എൻ്റെ ഈ ഒരു യൂട്യൂബ് ജേർണിയിലേക്ക് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക്. തീരെ മൂഡില്ലാതെ ഭയങ്കര ലേസി ആയിട്ടാണ് ഇന്ന് എണീറ്റത് തന്നെ. ഇതുപോലുള്ള ദിവസങ്ങൾ നിങ്ങൾക്കുണ്ടാവാറുണ്ടോ എന്ന് എനിക്കറിഞ്ഞൂടാ. എനിക്ക് ചില ദിവസങ്ങളിൽ ഭയങ്കര എനർജി ആണെങ്കിലും ചില ദിവസങ്ങളിൽ ഇതുപോലെയാണ്. കംപ്ലീറ്റ് മൈൻഡ് ഔട്ടാവുന്ന പോലെ ഒന്നും അങ്ങോട്ട് ചെയ്യാൻ തോന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എന്നെ തന്നെ സ്വയം ബൂസ്റ്റ് ചെയ്യാനായിട്ട് എനിക്ക് തോന്നിയതാണ് ഇന്നൊരു ഡെയിലി വ്ളോഗ് എടുക്കുക എന്നുള്ളത്. അങ്ങനെ ആവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഒന്ന് ആക്റ്റീവ് ആവും എന്ന് വിചാരിച്ചിട്ടാണ്. മൈൻഡ് ഒന്ന് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് നേരം എടുത്തു. ലോങ് വീഡിയോസ് ഞാനിങ്ങനെ ചെയ്ത് പഠിച്ചു വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പോരായ്മകൾ എന്തായാലും വീഡിയോയിൽ കാണാൻ പറ്റും. പിന്നെ ഇപ്പോൾ വീഡിയോസൊന്നും അങ്ങനെ അധികം ആൾക്കാർ കാണൂല എന്നുള്ളൊരു ധൈര്യത്തിൽ ചെയ്ത് പഠിക്കാം. സോഫയൊക്കെ ഒന്ന് ഒതുക്കി വെച്ച് കുറച്ച് നേരം വെയിൽ കൊള്ളാമെന്ന് വിചാരിച്ചിട്ട് വിൻഡോൻ്റെ അടുത്തേക്ക് പോയി നിന്നു. അങ്ങനെയാണെങ്കിലും കുറച്ച് എനർജി കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഇനി പോയി ഓൺ വോയിസ് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം. മൈക്ക് വാങ്ങിച്ചതിന് ശേഷം ഞാൻ അതിലൊന്ന് അങ്ങനെ ഓൺ വോയിസ് കൊടുത്തിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും അതൊന്ന് വർക്കാവോ നോക്കാം. ഇന്നലെ രാത്രി ഉറക്കം സെറ്റാവാത്തതുകൊണ്ട് ഭയങ്കര ചടപ്പാണ്. അപ്പോൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്റ്റീവായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് വലിയൊരു ടു ഡു ലിസ്റ്റൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എനിക്ക് സന്തോഷം തരുന്ന കാര്യമാണ്. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഭയങ്കര മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുന്ന സമയത്തൊക്കെ ഹെയർ കട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ അല്ലെങ്കിൽ ഒരു സമാധാനമോ അല്ലെങ്കിൽ ഒരു ഫ്രഷ് ഫീൽ കിട്ടാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്നൊരു ചെറിയ ഹെയർ കട്ട് ചെയ്യാന്നുള്ളത്. ഞാൻ പുറത്ത് സലൂണിലൊന്നും പോയിട്ടല്ല ചെയ്യുന്നത്, ഞാൻ സ്വന്തമായിട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമുക്ക് അത് ചെയ്യാം. ആദ്യം ഈ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഒന്ന് വൃത്തിയാവട്ടെ, എന്നിട്ട് ഹെയർ കട്ട് ചെയ്യാം. അങ്ങനെ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ഞാൻ ഒന്ന് സെറ്റായിട്ടുണ്ട്. ഇനി പോയിട്ട് ഹെയർ കട്ട് ചെയ്യട്ടെ. ആക്ച്വലി മുടി ലെങ്ത് ഉള്ള സമയത്ത് ഞാൻ ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് കട്ട് ചെയ്യാറ്. പക്ഷേ ലോങ് ഹെയർസ് അല്ലാതെ ഷോർട്ട് ഹെയർ കട്ട്സ് ആകുമ്പോൾ എനിക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റാറില്ല സ്വന്തമായിട്ട്. ലെങ്ത്ത് ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് പ്രോപ്പറായിട്ട് വെട്ടാൻ പറ്റില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫ്രണ്ടിലോട്ട് മുടിയിട്ടിട്ടാണ് ലെയർ കട്ടൊക്കെ ചെയ്യാറ്. പിന്നെ ഞാൻ അങ്ങനെ ചെയ്യാനാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ മാസം ഞാൻ ഓൾറെഡി കുറച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ലെങ്ത്ത് അത്രയും വരാത്തതുകൊണ്ട് അത് പ്രോപ്പറായിട്ടുള്ളൊരു ലെയർ കട്ട് ആയിട്ടില്ല. ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്തതേ ഉള്ളൂ. ഇതിപ്പോൾ കുറച്ച് ലെങ്ത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നി ചെറിയൊരു ലെയർ കൊടുക്കാമെന്നുള്ളത്. ഞാൻ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ടാണ് മുടി കട്ട് ചെയ്യാറ്. ഇതിൻ്റെ ഇടയിൽ ഷോർട്ട് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഞാൻ സ്വന്തമായിട്ട് ചെയ്തല്ല. കാരണം ബാക്കിൽ എനിക്ക് പ്രോപ്പറായിട്ട് വെട്ടാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ സലൂണിൽ പോയിട്ടാണ് ചെയ്യാറുണ്ടായിരുന്നു അത് ചെയ്തത്. എന്നാലും നമുക്ക് മുടി കട്ട് ചെയ്യാം. കുറേ നേരമായി ഇതും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. താഴെ വിരിക്കാനായിട്ട് ഞാൻ കുറച്ച് പേപ്പർ എടുത്തിട്ടുണ്ട്, കോമ്പ്, കത്രിക, പിന്നെ ഹെയറിനിടാൻ ഒരു ബുഷും എടുത്തിട്ടുണ്ട്. പണി തുടങ്ങാം. ഇതൊക്കെ ഇവിടെ വെക്കട്ടെ. ഇത് താഴെ വിരിക്കുകയാണ്, നിലത്തൊക്കെ ആവാണ്ടിരിക്കാൻ. ആദ്യമേ തന്നെ പറയാം, ഇതാരും കണ്ട് അനുകരിക്കരുത്. ഞാൻ എൻ്റെ ഒരു കുന്തളിപ്പിന് ചെയ്യാൻ പോകുന്നതാണ്. എൻ്റെ ഒരു റിസ്കിൽ മാത്രം ചെയ്യാൻ പോകുന്നതാണ്. ഇത് പ്രോപ്പറായിട്ട് വരണമെന്നില്ല. ചില സമയത്തൊക്കെ ഇങ്ങനത്തെ ഓരോ വട്ടുകൾ എനിക്ക് തോന്നും. അതിൽ ചിലതൊക്കെ നന്നാവും, ചിലതൊക്കെ നല്ല ഫ്ലോപ്പായിരിക്കും. ഇതിപ്പോൾ ഇനി എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത് കണ്ടറിയാം. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല നന്നായി വരുമെന്നുള്ളത്. പിന്നെ എൻ്റെ ഒരു മനസ്സമാധാനത്തിന് ഞാൻ ഇറങ്ങിത്തിരിക്കുന്നതാണ്. ഇതിപ്പോൾ എന്നിട്ട് എന്തിനാ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞെങ്കിൽ, നന്നായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇതൊരു ട്യൂട്ടോറിയൽ വീഡിയോ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഞാൻ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് തന്നെ മൈക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തോ അതെനിക്കൊരു ആദ്യം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു, എനിക്ക് തന്നെ എൻ്റെ സൗണ്ട് അങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ഒരു സെറ്റ് ആവുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു വോയിസ് ഓവർ കൊടുക്കാമെന്നുള്ളത്. ഇതിപ്പോൾ ഞാൻ കാര്യമായിട്ട് ചെയ്യുന്നത് വെച്ചെങ്കിൽ മുടി മൊത്തത്തിൽ അങ്ങ് ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് അവിടെ ഒരു ബൺ വെച്ചിട്ട് ഇങ്ങനെ കെട്ടി കൊടുക്കുന്നുണ്ട് വീഡിയോയിൽ കാണുന്ന പോലെ. എന്നിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു കട്ട് കൊടുക്കുകയാണ്. അങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ബാക്കോട്ട് മുടിയിടുന്ന സമയത്ത് അത് ഒരു ലെയർ പോലെ കിടക്കും. ഇത് ഞാൻ യൂട്യൂബിൽ തന്നെ വേറൊരു ആൾ ചെയ്യുന്നത് കണ്ടിട്ട്, വേറെ കുറേ പേര് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ വീഡിയോസ് നോക്കി നോക്കി പഠിച്ചതാണ്. എനിക്ക് ലോങ് ഹെയർ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഹെയർ വെട്ടിയിട്ടുണ്ട് ഇതുപോലെ. പക്ഷെ അത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്ക് കോൺഫിഡൻസ് ഇല്ലാത്തത് ഇത് ഷോർട്ട് ഹെയർ ആയതുകൊണ്ട് ബാക്കിലെ മുടിക്ക് ലെങ്ത്ത് കുറവായതുകൊണ്ടും അത് ഫ്രണ്ടിലോട്ട് കെട്ടി വെക്കുമ്പം ആ ലെങ്ത്ത് ഫ്രണ്ടിലേക്ക് എത്താത്ത പോലെ
അതിപ്പോൾ എങ്ങനെ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാന്നറിയില്ല. എന്തോ ഇത് വർക്കാവാൻ ചാൻസ് ഇല്ലാന്ന് എനിക്ക് മനസ്സിൽ ഏകദേശം ഒരു ഉറപ്പുണ്ട്. പക്ഷെ എന്തായാലും ഉം, ഇറങ്ങി തിരിച്ച സ്ഥിതിക്ക് കട്ട് ചെയ്ത് തീർത്തിട്ട് ബാക്കി കാര്യം എന്ന രീതിയിലാണ് ഞാനിപ്പോൾ ചെയ്തു വരുന്നത്. ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. എന്തൊക്കെ വട്ടുകളാണല്ലേ മനുഷ്യന്മാർക്ക്. ഇനി ചെയ്യേണ്ടത് കെട്ടിവെച്ച മുടി അഴിച്ചിട്ട് ബാക്കിൽ കുറച്ച് മുടി മാത്രം സെപ്പറേറ്റ് ചെയ്ത് ബാക്കിയുള്ള മുടി ഒരുമിച്ച് മുമ്പിൽ നേരത്തെ കെട്ടിയ പോലെ പിടിച്ച് കെട്ടുക. അത് കഴിഞ്ഞിട്ട് നേരത്തെ കട്ട് ചെയ്ത ആ ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടി ഷോർട്ടായിട്ട് കെട്ടി വെച്ചിട്ടുള്ള ആ ഒരു ഹെയർ കട്ട് ചെയ്യണം. അപ്പോഴാണ് അടുത്ത ലെയർ ആവുള്ളൂ. ബാക്കിലുള്ള മുടി ഇങ്ങനെയാണ് ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഹെയർ ഇപ്പം ഉള്ളതിനേക്കാളും കുറച്ചും കൂടി ലെങ്ത്ത് കുറക്കാം. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് സെക്കൻഡ് ലെയർ കിട്ടുക. അതായത് ഈ ഫസ്റ്റ് ലെയറിനേക്കാളും ലെങ്ത്ത് കുറവായിരിക്കണം അതിന് മുകളിൽ കിടക്കുന്ന സെക്കൻഡ് ലെയർ. അപ്പം നമുക്ക് ഈ ഒരു ലെങ്ത്തിനേക്കാളും കുറച്ചും കൂടി ഷോർട്ടാക്കാം. കത്രിക ഞാൻ എൻ്റെ ക്രാഫ്റ്റ് പണിക്കൊക്കെ യൂസ് ചെയ്യുന്ന കത്രികയാണ്. അപ്പോൾ അതുകൊണ്ട് മൂർച്ച കുറച്ച് കുറവാണ്. കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കട്ട് ചെയ്തെടുക്കുന്നത്. കത്രിക എങ്ങോട്ടൊക്കെയോ പോകുന്നത്. ഒരുമാതിരി എലി കറണ്ട പോലെ ആയിപ്പോയി എൻ്റെ അറ്റം. എനിക്ക് ഇങ്ങനെ ഒരുപാട് സംസാരിച്ചിട്ടുള്ളൊരു പരിചയമില്ല കേട്ടോ. ഞാനിപ്പോൾ വീഡിയോ എടുക്കുന്നത് തന്നെ എൻ്റെ ആ ഒരു പ്രശ്നം മാറ്റാൻ വേണ്ടിയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ വരാനുള്ള കോൺഫിഡൻസ് ഇല്ലായ്മ, അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട് എനിക്ക്. നിങ്ങൾക്ക് കുറേ ആൾക്കാർക്കും ആ ഒരു പ്രശ്നം ഉണ്ടാവും എന്ന് എനിക്കറിയാം. കുറേ ആൾക്കാർ എന്നെപ്പോലുള്ള കുറേ ആൾക്കാർ ഉണ്ടാവും എന്ന് എനിക്കറിയാം. അവരോടൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ചെയ്താൽ മാത്രമേ ആ ഒരു പേടിയിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റം കിട്ടുള്ളൂ. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ ഇറങ്ങി തിരിച്ചത്. അതായത് ആ ഒരു കോൺഫിഡൻസ് ഫേക്ക് ചെയ്തിട്ടാണ് ഞാൻ ഈ കാട്ടിക്കൂട്ടുന്നതൊക്കെ. ഇതിപ്പോൾ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുമോ എന്ന് വരെ എനിക്കറിയില്ല. ഈ മണ്ടത്തരങ്ങളൊന്നും ഞാൻ വീഡിയോ ആയിട്ട് പോസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ല. കാരണം ക്യാമറയ്ക്ക് മുന്നിൽ വന്നിട്ട് ഞാൻ എന്തൊക്കെയോ ആണ് പറയുന്നത്. എന്തായാലും സംഭവം കട്ട് ചെയ്ത സംഭവം റെഡി ആയിട്ടുണ്ട്. കുറച്ചും കൂടി കട്ട് ചെയ്യണം. അവസാനം മുടി പോകാണ്ടിരുന്നാൽ മതിയായിരുന്നു, കുളമാവാണ്ടിരുന്നാൽ മതിയായിരുന്നു. കുറേ പ്രാവശ്യം കട്ട് ചെയ്തതിൻ്റെ ആ ഒരു ധൈര്യത്തിലാണ് ഞാനിപ്പോൾ ഇറങ്ങി തിരിച്ചത്. ആകെ അത്രമാത്രമേ ഉള്ളൂ മുടി. ഇനി അതും കൂടി കുളമാക്കുമോ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ എന്നാലും പഠിക്കൂല. ഞാൻ പിന്നെയും ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആവേശം കുറച്ച് കൂടുതലാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചെറുപ്പത്തിൽ അമ്മയ്ക്ക് എന്നെ ഒറ്റയ്ക്ക് വീട്ടിലാക്കിയിട്ട് പോകാൻ ഭയങ്കര പേടിയായിരുന്നു. കാരണം ഞാൻ എന്തെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും പണി ഒപ്പിച്ച് വെക്കും തിരിച്ച് വരുമ്പോഴത്തേക്കും. ഇതിപ്പം ഇങ്ങനെ ഏകദേശം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ ഒരു 40 ഡിഗ്രി ആംഗിളിൽ തിരിച്ച് ഇങ്ങനെ കത്രിക ഇങ്ങനെ ചെരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. ഇതെന്തിനാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ എനിക്കറിയില്ല. ഞാൻ ചെയ്യുന്ന കണ്ടുകൊണ്ട് മാത്രം ചെയ്യുന്ന കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ലെയർ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ലെയർ റെഡിയാക്കാം. നമുക്ക് കിട്ടുന്നത് കോംബ് വെച്ചിട്ടായതുകൊണ്ട് ഞാൻ കൈ മാറ്റിയിട്ട് കോംബ് വെച്ചിട്ടാണ് ഇപ്പോൾ ഇത്രയും സെറ്റാകുമെന്നുള്ളത് അറിയില്ല. പിന്നെ ക്യാമറ നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. ഞാനൊന്ന് ക്യാമറ ചെക്ക് ചെയ്യാൻ പോയതാണ്. ഇതൊക്കെ റെക്കോർഡ് ആവുന്നുണ്ടോന്നില്ലെന്ന് അറിയില്ലല്ലോ. ഇതിപ്പോൾ ഓരോ ലെയേഴ്സ് എടുത്തിട്ട് ഞാൻ കട്ട് ചെയ്ത് പോവാണ്. ഈ ഒരു മെത്തേഡ് ഷോർട്ട് ഹെയറിൽ വർക്കാവില്ല എന്നുള്ളൊരു ഡൗട്ട് മാത്രമേ ഉള്ളൂ. പക്ഷേ ലോങ് ഹെയറിൽ ഇതെന്തായാലും വർക്കാവും ഈ ഒരു രീതിയിൽ കട്ട് ചെയ്ത് കഴിഞ്ഞെങ്കിൽ. ഞാനിപ്പോൾ ഹെയർ ലെയേഴ്സായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുക്കുന്നത് ചെവിയുടെ രണ്ട് സൈഡിലുള്ള ചെവിയുടെ ഒരേ പോയിന്റിൽ നിന്ന് അങ്ങനെ ഈക്വലി സ്പ്ലിറ്റ് ചെയ്തിട്ടാണ് എടുക്കുന്നത് മുടി. ഈ ഒരു ലെയറും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പരിപാടി അങ്ങ് അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെ വന്നു എന്നുള്ളത് ദൈവമേ ആണ് ഗൈസ് എൻ്റെ മുടിയുടെ അവസ്ഥ. ബാക്ക് സൈഡ് നിങ്ങളെ കാണിക്കാം. കെട്ടിയ മുടി അഴിച്ചിട്ട് കോംബ് ചെയ്തപ്പോഴാണ് മനസ്സിലായത് നല്ല പോലെ പണി പാളിയിട്ടുണ്ട് എന്നുള്ളത്.
ഇതിലധികം മുഖത്ത് കാണിക്കുന്നില്ലെങ്കിലും പിന്നീട് ഞാൻ കോംബ് ചെയ്ത് ഒന്ന് കെട്ടി വെക്കാൻ നോക്കിയപ്പോഴാണ് എനിക്ക് അതിൻ്റെ ആ ഒരു വൃത്തികേട് മനസ്സിലായത്. ഇത് ലോങ് ഹെയർ ആയിരുന്നെങ്കിൽ നന്നായി വരുമായിരുന്നു. ഇത് ലേയേഴ്സ് ചെറുത് ചെറുത് ആക്കി കൊണ്ടുവന്നപ്പോഴത്തേക്കും ഫ്രണ്ടിലെ ഹെയർ ഭയങ്കരമായിട്ട് ലെങ്ത് കുറഞ്ഞുപോയി. ബാക്കിലാണെങ്കിൽ ആ ലേയേഴ്സ് വന്നിട്ടുമില്ല. ബാക്കിൽ കാണുമ്പോൾ എനിക്ക് വലിയ മാറ്റമൊന്നും തോന്നുന്നില്ല. മുമ്പേ ഉണ്ടായിരുന്ന ആ സെയിം പോലെ തന്നെയാണ് ഇപ്പോഴും കാണുമ്പോൾ തോന്നുന്നത്. പക്ഷേ ഫ്രണ്ടിൽ എനിക്ക് എങ്ങനെയും അത് സെറ്റായിട്ടില്ല. വേണ്ടാത്ത പണിയായിരുന്നു എന്ന് ഇപ്പൊ ചെറുതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും ഞാനായിട്ട് വരുത്തി വെച്ചതായതുകൊണ്ട് ആരെയും കുറ്റം പറയാൻ പറ്റൂല. ഇനിയിപ്പോൾ ഏതെങ്കിലും സലൂണിൽ പോയിട്ട് അവരോടൊന്ന് സെറ്റാക്കി തരാൻ പറയാന്നല്ലാണ്ട് വേറെ വഴിയില്ല. അവരുടെ വായിലിരിക്കുന്നതും കൂടി കേൾക്കേണ്ടി വരുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് ഇപ്പോഴത്തെ ടെൻഷൻ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ഈ ഒരു കോലത്തിൽ ഇറങ്ങി നടക്കാം. ഇനി മേലാൽ ഈ പണിക്ക് നിൽക്കൂല എന്നൊന്നും എൻ്റെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞാൽ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. കാരണം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും എനിക്ക് വീണ്ടും ഇതുപോലത്തെ ഓരോരോ കൃമികടികൾ തുടങ്ങും. എന്തായാലും ഈ പരിപാടി അങ്ങ് ഫ്ലോപ്പായ സ്ഥിതിക്ക് ഇന്നത്തെ വെറുപ്പിക്കൽ ഇവിടെ അങ്ങ് നിർത്താം. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ആയിട്ട് പറയാനുണ്ടെങ്കിൽ യു ക്യാൻ ഡു കമൻറ്റ്. എനിവേസ് താങ്ക് യു ഫോർ വാച്ചിങ്.